ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ട്രാവൽ വീഡിയോ ഉണ്ടാ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാണിയേലിപ്പോര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് ഈ പാണിയേലിപ്പോര്. പെരുമ്പാവൂരിൽ നിന്നൊരു 23 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ നോർത്ത് പറവൂരിൽ നിന്ന് ഒരു 47 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ എത്താനായിട്ട്. അപ്പോൾ ഞാനും വൈഫും കൂടെ ബുള്ളറ്റിനാണ് കേട്ടോ വന്നത്. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ ഈ പാണിയേലിപ്പോരുള്ളത്. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഒരു ഭാഗമാണിട്ടത്. അപ്പോൾ അതേ കണ്ടില്ലേ, ഇവിടെയാണ് നമ്മുടെ ബൈക്കൊക്കെ വെക്കുന്ന സ്പോട്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ വീഡിയോ ചെയ്യണത്. നമുക്കപ്പോൾ അധികം ശീലമൊന്നുമില്ല, അങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പാണിയേലിപ്പോര് ഇക്കോ ടൂറിസം സെൻറ്ററിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്താലോ. ക്രിസ്മസിൻ്റെ അന്നാണ്ടാ നമ്മൾ ഇവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് വന്നത് ഒരാൾക്ക് 50 രൂപ വേണ്ട, മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയും വേണ്ട. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറിയല്ല. അപ്പോൾ നമുക്ക് അകത്ത് കയറാനായിട്ട് ഇത്രയും പൈസ ഉണ്ടായത് 110 രൂപ 2 പേർക്കും ഒരു ബൈക്കിനും കൂടെ ആയിട്ടാ. അപ്പോൾ ഇങ്ങോട്ട് കയറി തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ, ഒരു ചായക്കടയുണ്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്, വെള്ള ഐറ്റംസും ചായക്കടികളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ കയറിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ഇതിൻ്റെ ബാക്കിലായിട്ട് 2-3 വീടുകളുണ്ട് കേട്ടോ. ആ ഒരു വീട്ടിലെ കടയാണ് കേട്ടോ ഈ കട. അപ്പം നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചത് നടക്കാൻ തുടങ്ങിയിട്ടാ. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കാടിനുള്ളിലേക്ക് കൂടെ നടന്നാലും നമ്മുടെ സ്പോട്ടിലെത്തുള്ളൂ കേട്ടോ. ഇവിടെ എഴുതി വെച്ചാണ്ടില്ലേ, ആനയൊക്കെയുള്ള സ്ഥലമുണ്ടത്. ഇവിടെ ഇറത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കായില്ല കേട്ടോ. ആനകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറത്തടിച്ച് നേരെ പൊക്കോളും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഫുഡൊന്നും അങ്ങനെ കിട്ടൂല കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊന്നും കടകളില്ല കേട്ടോ. അപ്പോൾ ആദ്യം കണ്ട ഒരു ചെറിയൊരു കടയില്ലേ, അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് അകത്തോട്ട് കയറാൻ. അല്ലെങ്കിൽ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫുഡൊന്നും കിട്ടില്ല. പിന്നെ നമുക്ക് ഇറങ്ങിയാലേ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഫുഡ് എന്തെങ്കിലും കയ്യിൽ കരുതണം കേട്ടോ. ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം നമ്മൾ നടന്ന് അകത്തേക്ക് എത്തുമ്പോഴത്തേ ഒരു ട്രീ ഹൗസ് കാണാം കേട്ടോ. അടിപൊളി ഒരു ട്രീ ഹൗസാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് കയറാം കേട്ടോ. 5 പേർക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും കേട്ടോ ഒരു സമയം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നടന്നപ്പോൾ ഒരു വെല്ലുമ്പോൾ ഇരുന്ന് പാട്ട് പറഞ്ഞ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ വെല്ലുമ്പടെ പാട്ടൊക്കെ ഇട്ടത് കുറച്ചും കൂടെ നടക്കുമ്പോൾ തന്നെ കുറേ കുട്ടികളിരുന്ന് ഊഞ്ഞാലടന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കൂടാതെ വേറെ ഊഞ്ഞാലുകളുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് ഊഞ്ഞാലട നല്ലൊരു ഫീലായിരിക്കട്ടെ. നമ്മുടെ പഴയ കുട്ടിക്കാലങ്ങളൊക്കെ ഓർക്കോട്ടെ. നല്ല രസമുണ്ടാവും മച്ചാന്മാരെ. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുഴയുടെ സൈഡിലെത്തിയേട്ടാ. അപ്പോൾ വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ലാത്ത വൈഫിൻ്റെ വീഡിയോ എടുക്കേണ്ട. അപ്പോൾ റിയാക്ഷൻ കണ്ടോട്ടാ. ആൾക്ക് വീഡിയോ എടുക്കണതും ഫോട്ടോ എടുക്കണമെന്നൊക്കെ അധികം ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ഇഷ്ടമല്ല. അപ്പോൾ താഴെ നോക്കി നടന്നില്ലെങ്കിൽ തല്ലിയടിച്ച് വീഴും മച്ചാന്മാരെ. അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ പോകണം. നമ്മുടെ ഈ നിറച്ച് കല്ലൊക്കെയാണ്, വഴി അത്ര ക്ലിയർ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നടന്ന് നമ്മുടെ മെയിൻ സ്പോട്ടിലെത്തിയേട്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ സ്പോട്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, 2ാമത്തെ ട്രീ ഹൗസാണ് ഈ കാണുന്നത്. ക്രിസ്മസ് ഒക്കെ കാരണം ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ കണ്ടില്ലേ, ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് കേട്ടോ. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് നല്ല എൻജോയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വന്നോട്ടാ. നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് സമയം പോകണം അറിയില്ല കേട്ടോ മച്ചാന്മാർ. ഞാൻ കുളിച്ചില്ല കേട്ടോ. എനിക്കങ്ങനെ കുളിക്കാൻ പറ്റില്ല. എനിക്ക് തൊണ്ടടച്ചിലൊക്കെ ഉണ്ടായി, കഫക്കെട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കുളിച്ചില്ല കേട്ടോ. കൂടുതലും ഇവിടെ എൻജോയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഇവിടെ കുളിക്കണം കേട്ടോ. നല്ല തണുത്തുറഞ്ഞ് കിടക്കണ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ കേട്ടോ. ഇവിടെ കുളിക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ.
ഇവിടെ പാനിയൽപ്പോര് എന്ന് പറയണത് ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമില്ലേ, ഇവിടെയും അതിൻ്റെ അപ്പുറത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അവിടെ നിന്നും വന്ന് വെള്ളം കൂട്ടിയിടിക്കും, രണ്ടും കൂടെ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ ഉണ്ടാവണൊരു ഇതില്ലേ, അതിനാണ് ഈ പാനിയൽപ്പോര് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെള്ളച്ചാട്ടമൊക്കെ കണ്ടുവന്നതേ നമ്മുടെ ട്രീ ഹൗസിലോട്ട് കയറേണ്ട. അപ്പോൾ വൈഫ് കയറിയില്ല, വൈഫിന് പേടിയാണ്ട. അതുകൊണ്ട് ഞാൻ ഒന്ന് കയറി നോക്കേണ്ട. ആൾക്ക് നല്ല പേടിയാണ്ട മുകളിലൊക്കെ കയറാനായിട്ടേ. കണ്ടില്ലേ, താഴെ നിൽക്കണ്ടില്ലേ, താഴെ നോക്കണ്ട കേട്ടാ. ഇത് നോക്കിയ മച്ചാമരെ എന്താ ഭംഗി ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കാൻ. ആഹാ, ആ വെള്ളച്ചാട്ടം കണ്ടില്ലേ. അപ്പം നമ്മുടെ ഈ സ്പോട്ടിൽ കൂടുതലും വരുമ്പോൾ രാവിലെ 8 മണി തൊട്ട് 4 മണി വരെ കേട്ടാ ഇവിടുത്തെ സമയം. അത് ശ്രദ്ധിക്കണോട്ട് എല്ലാവരും. 4 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കടത്തി വിടൂല കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രീ ഹൗസിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ്ടാ. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേ കുറേ കുട്ടികൾ കണ്ടില്ലേ, അടിപൊളി കുളിക്കണ കണ്ടില്ലേ മച്ചാന്മാരെ, അടിപൊളി. ഇതേപോലെ കുളിക്കണമെങ്കിൽ നമ്മുടെ ഈ സ്പോട്ടിൽ തന്നെ വന്നോട്ടാ. അപ്പോൾ നമ്മുടെ ഈ പാണിയേൽപ്പോര് 2005 തുടങ്ങിയാട്ടാ. അന്ന് തൊട്ട് നിൽക്കണ ഒരു വെള്ളിച്ചനെ കാണിച്ചു തരട്ടാ. വെളിച്ചം പറയണമെന്ന് കേട്ടു പോയിക്കോട്ടാ. ആനയൊക്കെ ഇറങ്ങാറുണ്ട് ഇവിടെ? എല്ലാം ഉണ്ടല്ലേ. രാത്രിയാണോ കൂടുതൽ? ഈ സമയത്തൊന്നും കാണൂലേ? കാണും, ചില സമയത്ത് കാണും. ഇഷ്ടം പോലെ ഉണ്ടാവല്ലേ. അപ്പർ സൈഡാണല്ലോ കൂടുതൽ. ഇങ്ങോട്ടൊക്കെ വരുമോ? പിന്നെ അതിലൊക്കെ വരിക നമ്മളെ മറ്റേ കുടിയേറിയൊക്കെ നടക്കും. പിന്നെ വൈകുന്നേരം 6 മണി നമ്മൾ കൂടുതൽ ഇരുന്നാണ്. 6 മണിയാകുമ്പോഴും വരുമല്ലേ? മറ്റുള്ള മൃഗങ്ങൾ പേടിക്കണം നമുക്ക്. ഇതാ പിന്നെ പേടിക്കണല്ലേ. ഇത് പേടിക്കണം. കൂട്ടത്തോടെ വരും. ഓടിച്ച് ആൾക്കാരെ ഓടിക്കും. വീട് ഇവിടെ അടുത്താണോ? നടന്നു. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ സ്പോട്ടില്ലേ ഊഞ്ഞാലേക്ക് ആടണം. അവിടെ നിന്ന് വൈഫിനൊന്ന് ഊഞ്ഞാലാടാൻ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല, ഊഞ്ഞാലങ്ങോട്ട് ആട്ടി. അപ്പോൾ നമ്മുടെ പാണിയൽപ്പോരിൽ വന്നിട്ട് നമുക്കൊരു അനിമൽസിനെ പോലും കാണാൻ പറ്റില്ല കേട്ടോ. 6 മണിക്ക് ശേഷമാണ് ആനയൊക്കെ ഇറങ്ങണത്, അപ്പോഴേക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും ഇവിടെ നിർത്തൂല കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു ട്രാവൽ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ ഫ്രണ്ട്സ്.